എന്നുള്ളതായിരുന്നു. അതിൽ ഞങ്ങൾ 3 തലക്കെട്ടായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നാമത്തെ തന്നെ ലൈംഗിക അതിക്രമങ്ങൾ ഏതെല്ലാം വിധത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തിയോ അല്ലെങ്കിൽ സ്നേഹം നടിച്ചോ ലൈംഗിക അതിക്രമങ്ങൾ ഏർപ്പെടുക, പ്രേമം നടിച്ചോ വിവാഹ വാഗ്ദാനം നൽകിയോ അതുമല്ലെങ്കിൽ വിവാഹത്തിൽ നിന്നും പിന്മാറുമെന്ന് ഭീഷണിപ്പെടുത്തിയോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക, അശ്ലീല ദൃശ്യങ്ങൾ അയച്ചു കൊടുക്കാൻ പ്രേരിപ്പിക്കുകയോ ചെയ്യുക, ഓൺലൈനിലൂടെയോ നേരിട്ടോ ഉപദ്രവകരമായ രീതിയിൽ അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുക, അവരെ ഭീഷണിപ്പെടുത്തുക. അത്രയും കാര്യങ്ങളാണ് അതിൻ്റെ ഒന്നാമത്തെ ടോപ്പിക്കിൽ വരുന്നത്. ലൈംഗിക അതിക്രമങ്ങൾക്ക് ഇരയാകുന്നു എന്നുള്ളത് കുട്ടി തിരിച്ചറിയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു കാര്യം. രണ്ട്, കുട്ടികളുടെ ഇങ്ങനെ ഇരയാക്കപ്പെട്ട കുട്ടികളെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാമെന്നുള്ളതാണ് കുട്ടികളുടെ പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പഠനത്തിൽ പിന്നോട്ട് പോവുക, രക്ഷിതാക്കളിൽ നിന്ന് വേറിട്ട് അല്പസമയം പോലും മാറി നിൽക്കാൻ ഭയപ്പെടുക, എല്ലാവരിൽ നിന്നും ഒറ്റയ്ക്കാൻ താല്പര്യം കാണിക്കുക, വിഷാദ രോഗം, ആത്മഹത്യാ ശ്രമങ്ങൾ, ഉറക്കത്തിൽ നിന്ന് ഞെട്ടി നിലവിളിക്കുക, ക്ഷീണമുള്ളത് പോലെ ഒരുപാട് നേരം ഉറങ്ങുക, സ്കൂളിലും സാമൂഹിക ഇടപെടലുകളിലും പ്രശ്നങ്ങൾ കാണുക, സെൽഫ് കോൺഫിഡൻസിന്റെ കുറവ്. ഇനി മൂന്നാമതായി വരുന്നത് ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങൾ. വിദ്യാർത്ഥികളുടെ ലൈംഗിക അവയവങ്ങളിൽ വേദന, മുറിവുകൾ, സ്രവങ്ങൾ, അതുപോലെ ലൈംഗിക രോഗങ്ങൾ കാണപ്പെടുക. അവർ വിദ്യാർത്ഥികളുടെ അടിവസ്ത്രങ്ങളിലും മറ്റും ഈ പീരിയഡിക് ടൈമിൽ അല്ലാത്ത സമയങ്ങളിൽ രക്തം അതുപോലുള്ളത് കാണുന്നത്. മുഖത്ത് അവർക്ക് നമ്മോട് ബോധിപ്പിക്കാൻ പറ്റാത്ത രീതിയിലുള്ള, അതായത് അതിന്റെ സത്യം മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള പല മുറിവുകളോ ഒക്കെ കാണുന്നത്. പിന്നെ ഗർഭം പോലുള്ള പ്രശ്നങ്ങൾ വരുന്നത്.